ഹായ് ഫ്രണ്ട്സ്, ലിനീസ് ഫുഡ് കോർണറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ കറിയൊന്നല്ല ഉണ്ടാക്കണേ. നമ്മുടെ ക്രിസ്മസൊക്കെ ആയതുകൊണ്ട് ഞാൻ ഒരു വ്യത്യസ്തമായൊരു വിഭവം തയ്യാറാക്കാമെന്ന് ഓർത്തു. സാധാരണ അച്ചപ്പവും കൊഴിലപ്പവും ഉണ്ടയൊക്കെ ക്രിസ്മസ് ആകുമ്പോൾ നമ്മളൊക്കെ ഉണ്ടാക്കുമല്ലോ. അപ്പം അച്ചപ്പമൊക്കെ ഉണ്ടാക്കാൻ എളുപ്പമാണ്. അപ്പോൾ കൊഴിലപ്പം ഉണ്ടാക്കാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാരണം മിക്കവരും അതങ്ങ് മാറ്റി വയ്ക്കും. അപ്പോൾ കാരണം ഒരാൾ മാത്രം പോരാ അത് ഉണ്ടാക്കണമെങ്കിൽ. ഒരാൾ കൊഴിലപ്പം ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അത് മൊരിയിച്ചെടുക്കാൻ വേറൊരാൾ വേണം. അപ്പം മിനിമം രണ്ടാളെങ്കിലും നമുക്കതിന് വേണം ചെയ്യാനായിട്ട്. അപ്പം അതുകൊണ്ട് കൊഴിലപ്പം മിക്കവരും ചെയ്യില്ല. അത് നമ്മൾ ബേക്കറിയിൽ നിന്ന് അങ്ങനെ വാങ്ങുകയോ എവിടെയെങ്കിലും ഓർഡർ കൊടുത്ത് ഉണ്ടാക്കുകയോ ചെയ്യും. അപ്പോൾ എളുപ്പത്തിൽ നമുക്കിത് എങ്ങനെ തയ്യാറാക്കാമെന്നുള്ളൊരു രീതിയാണ് ഞാനിപ്പോൾ കാണിക്കാൻ പോണേ. അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കനും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. ഞാൻ എല്ലാ ദിവസവും രാവിലെ 8 മണിക്ക് അപ്ലോഡ് ചെയ്യുന്ന എൻ്റെ ഇതുപോലെ വ്യത്യസ്തമായ വീഡിയോസ് നിങ്ങളിലേക്ക് പെട്ടെന്ന് എത്തുന്നതിന് വേണ്ടി ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുതേ. നമ്മളിവിടെ 1.5 കിലോ വറുത്ത അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമ്മൾ ഒരു 2 തേങ്ങ ഒന്ന് ക്രഷ് ചെയ്തെടുത്തത്, പീര പോലെയാക്കി എടുത്തതും, പിന്നെ 1 സ്പൂൺ ചെറിയ ജീരകവും 1/2 സ്പൂൺ കറുത്ത എള്ളെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 കിലോ ചെറിയുള്ളി കഷ്ണങ്ങളാക്കിയത്, പിന്നെ ഒരു 5-10 വെളുത്തുള്ളി. ഈ ചെറിയുള്ളിയും വെളുത്തുള്ളിയും കൂടി ഒന്ന് മിക്സിയിലിട്ട് ക്രഷ് ചെയ്തെടുക്കണം. കൊഴിലപ്പം ഉണ്ടാക്കാൻ വേണ്ടി ഈ 2 സാധനം കൂടി നമുക്ക് ആവശ്യമുണ്ട്. PVC പൈപ്പിൻ്റെ ഒരു കഷ്ണവും പിന്നെ ഒരു PVC പൈപ്പാണെങ്കിൽ നല്ലത്. എനിക്കത് കിട്ടിയില്ല, അതുകൊണ്ട് ഞാനൊരു സ്റ്റീലിൻ്റെ ഒരു പൈപ്പാണ് എൻ്റെ കയ്യിലുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഉണ്ടാക്കണം. അപ്പോൾ നമുക്കിനി ഈ ഉള്ളിയും വെളുത്തുള്ളിയും കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ ഈ വെളുത്തുള്ളിയും ഉള്ളിയും ഈ തേങ്ങാപ്പീരയും ജീരകവും എള്ളും കൂടിയിട്ട് ഒരു കുക്കറിൽ 1/4 കപ്പ് വെള്ളവും ആവശ്യത്തിന് കുറച്ച് നമ്മൾ ഉപ്പുമാവിലൊക്കെ ഉണ്ടാക്കാൻ ചേർക്കണ പോലെ കുറച്ച് ഉപ്പും ചേർത്ത് കുക്കറിലൊന്ന് ഒറ്റയടി അടിച്ചെടുക്കണം. കാരണം ഈ ഉള്ളി ഒന്ന് വെന്ത് കിട്ടണം നമുക്ക്. ഇനി നമ്മളിവിടെ ഒരു വലിയ ഉരുളി എടുത്തിട്ടുണ്ട്. നമുക്ക് ശരിക്ക് തിരുമ്മി കുഴയ്ക്കാൻ പാകത്തിന് വലിപ്പമുള്ളൊരു ഉരുളി. അതിലേക്ക് നമ്മൾ ഈ കുക്കറിൽ തിളപ്പിച്ചെടുത്ത വെള്ളം ഒഴിക്കണം. ഉള്ളിയും പീരയെല്ലാം ചേർത്ത് വേവിച്ചെടുത്ത വെള്ളയിലേക്ക് ഒഴിക്കുക. എന്നിട്ട് ഉപ്പ് കറക്റ്റാണെന്ന് നോക്കിയിട്ട് വേണം കേട്ടോ. എന്നിട്ട് അതിലേക്ക് അരിപ്പൊടി ഇട്ട് ഇളക്കി കൊടുക്കുക. നല്ല ചൂടുണ്ട്, അപ്പോൾ നമ്മൾ ഇളക്കുമ്പോൾ ശ്രദ്ധിക്കണം. കുറച്ചിട്ട് ഒന്ന് ഇളക്കിയിട്ട് എടുക്കുക. ഇത്തിരി സ്പൂണൊക്കെ ഇത്തിരി കനമുള്ള സ്പൂൺ വേണം. കാരണം ഈ പൊടിയെല്ലാം കൂടി അങ്ങ് വീണ് കഴിയുമ്പോൾ ഇത്തിരി നമുക്ക് ഇളക്കാൻ തിരുമ്മി ഇളക്കണം. ശരിക്കും നിരടി ഇളക്കണം. കാരണം കട്ടയൊന്നും പാടില്ല. നല്ല സോഫ്റ്റായി വരണം പൊടി. അപ്പോൾ നമ്മൾ പൊടിപ്പ് കൂടുതലുണ്ടെങ്കിൽ നമ്മൾ ഇതേ പരുവത്തിന്, ഇപ്പം ആയ പരുവത്തിന് നമ്മൾ പൊടി പകുതി 2 ഭാഗങ്ങളാക്കി മാറ്റിയിട്ട് അതിലൊരു ഭാഗം എടുത്ത് മാത്രം കുഴച്ചെടുക്കുക. കുറച്ച് ജീരകം കൂടി അതിൽ നമ്മൾ ഇട്ട് കൊടുക്കുക. നേരത്തെ ഇട്ടിട്ടുണ്ട് ജീരകം. അത് നമ്മൾ വേവിക്കുന്ന സമയത്ത്, ആ തേങ്ങാപ്പീര വേവിക്കുന്ന സമയത്ത് ഇട്ടത്. അത് പോരാതെ കുറച്ചൊരു 1/2 സ്പൂൺ കൂടി ജീരകം ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ കൂടുതൽ പൊടി ഉണ്ടെങ്കിൽ നമ്മൾ 2 ഭാഗമായിട്ട് മാറ്റിയിട്ട് അതിലൊരു ഭാഗം മാറ്റി വെച്ചിട്ട് ഒരു ഭാഗം മാത്രം തിരുമ്മി കുഴയ്ക്കാം. എന്നിട്ട് ഈ കുഴച്ചത് തീരുമ്പോൾ മാത്രം നമ്മൾ രണ്ടാമത് മറ്റേത് കുഴച്ചാൽ മതി. എല്ലാം കൂടി ഒരുമിച്ച് കുഴച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഉള്ളി ചേർത്ത കാരണം കുഴച്ച് വെച്ച മാവ് പെട്ടെന്ന് അങ്ങ് ലൂസായി പോകും. ഇതിപ്പോൾ നന്നായി, നമ്മളിപ്പോൾ 1.5 കിലോനല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ ഒരു പാർട്ടായി മാത്രമേ ചെയ്യണുള്ളൂ. ഇത് നന്നായി തിരടി കുഴച്ചെടുക്കുക. നല്ല ചൂടിലേ തന്നെ ഇത് ചെയ്യണം. ഇനി നമുക്ക് ഇത് കൈ കൊണ്ട് കുഴയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇതുപോലൊരു ഗ്ലാസ് എടുക്കുക. ഗ്ലാസ്സോ അല്ലെങ്കിൽ വലിയ കപ്പോ എന്തെങ്കിലും എടുത്തിട്ട് ഈ മൂട് വെച്ച് ശരിക്കും അങ്ങ് നിരടി കുഴയ്ക്കാം. അപ്പോൾ ഇതിൽ ഉള്ള ഉള്ളി എങ്ങാനും അലിയാതെ കിടക്കണമെങ്കിൽ ആ ഉള്ളിയെല്ലാം ശരിക്ക് പൊടിഞ്ഞിതിൽ ചേർന്നോളും. അല്ലെങ്കിൽ നമ്മൾ ഇത് പരത്തിയെടുക്കുമ്പോൾ ഇങ്ങനെ പൊങ്ങി നിൽക്കും. അതില്ലാതിരിക്കാനും പൊടി നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടി നമ്മൾ കൊഴിലപ്പം ഉണ്ടാക്കുമ്പോൾ ഈ പൊടി കുഴയ്ക്കണതിൻ്റെ ഗുണം പോലെ ഇരിക്കും അപ്പം ഉണ്ടാക്കി വരുമ്പോൾ ഉള്ളത്.
കൊഴുലപ്പം ഉണ്ടാക്കി വരുമ്പോൾ പെർഫെക്റ്റ് ആവണമെങ്കിൽ പൊടി നമ്മൾ ശരിക്കും കുഴച്ചെടുക്കണം. ഇനി നമുക്കിത് എളുപ്പത്തിന് ചെയ്യാനുള്ള മാർഗ്ഗം ഇതാണ് കേട്ടോ. ഇതുവരെ എല്ലാവരും ചെയ്യണതാണ്. ഇനിയുള്ളതാണ് നമ്മൾ ഒരു പെട്ടെന്ന് ചെയ്തെടുക്കാനായിട്ട് നമ്മൾ ചെയ്യാൻ പോണത്. നമ്മളൊരു 1/2 മീറ്റർ ലെങ്ത്തിൽ ഒരു ഗ്ലാസ് പേപ്പർ കട്ട് ചെയ്തെടുക്കുക. അതേ ലെങ്ത്തിൽ തന്നെ ഒരെണ്ണം കൂടി കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഈ ഗ്ലാസ് പേപ്പർ, താഴത്തെ ഗ്ലാസ് പേപ്പറിൽ ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ആ വെളിച്ചെണ്ണ നമ്മൾ ആ താഴത്തെ ഗ്ലാസ് പേപ്പർ ഫുള്ളായിട്ട് ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കണം. അതിന് മേലേക്ക് നമ്മൾ മാറ്റി വെച്ചാൽ മറ്റേ പേപ്പർ വെച്ച് കൊടുക്കുക. കാരണം ആ പേപ്പറിൻ്റെ അടിയിൽ വെളിച്ചെണ്ണ പറ്റാൻ വേണ്ടിയാണ് നമ്മളൊന്ന് വെച്ചമർത്തിയിട്ട് തിരിച്ച് അത് എടുത്ത് മാറ്റുക. പിന്നെ ഇതിലേക്ക് നമ്മൾ ഒരു പീസ് നമ്മൾ കുഴച്ച് വെച്ചേക്കണ മാവ് കുറച്ചെടുത്ത് ഇതിലേക്ക് വെച്ച് കൊടുക്കണം. മാവിന് മേലെ നമ്മൾ മുറിച്ച് വെച്ചേക്കണം മറ്റേ പീസ് ഗ്ലാസ് പേപ്പറും കൂടി വെച്ച് കൊടുക്കുക. ഇത്രയും പേപ്പറിൽ പരത്താൻ പറ്റിയ പാകത്തിന് വെച്ച് കൊടുത്തിട്ട് നമ്മളത് ഈ PVC പൈപ്പ് എടുത്തിട്ട് ആ ഗ്ലാസ് പേപ്പറിന് മേലെ ഒന്ന് നമ്മൾ എന്താ പറയുക പരത്തി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ പെട്ടെന്ന് നമുക്ക് മാവൊന്ന് പരത്തിയെടുക്കാൻ പറ്റും. എന്നിട്ട് പേപ്പർ അങ്ങ് എടുത്ത് മാറ്റാം. അപ്പോൾ നമ്മൾ നോക്കണം എല്ലായിടത്തും ലെവലായിട്ടാണോ മാവൊന്ന് നോക്കണം. എവിടെയെങ്കിലും കട്ട പിടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ക്ലിയർ ചെയ്യണം. എന്നിട്ട് നമ്മളൊരു കത്തി എടുക്കുക. എന്നിട്ട് ഇതുപോലെ പീസാക്കുക. കാരണം നമ്മുടെ ആ ചെറിയ കൊഴുലയിൽ ചുരുട്ടാൻ പാകത്തിനുള്ള വലുപ്പത്തിനുള്ള അത്രയായിട്ട് പീസുകളാക്കുക. നമ്മുടെ ഇപ്പോൾ ഈറ്റയോ അല്ലെങ്കിൽ PVC പൈപ്പ് കുറച്ചും കൂടി വണ്ണമുള്ളതുണ്ടെങ്കിൽ ഇതിനേക്കാളും നല്ലതാണ് കേട്ടോ. ഇതിപ്പോൾ എൻ്റെ സ്റ്റീലിൻ്റെ പൈപ്പേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ അതിത്തിരി വണ്ണവും കുറവാണ്. ഇതിനേക്കാളും കുറച്ചുകൂടി വണ്ണം ഉണ്ടാവില്ല നമ്മുടെ 1/2 ഇഞ്ചിൻ്റെ പൈപ്പ് PVC, അതായിരിക്കും ഏറ്റവും ബെറ്റർ. എന്നിട്ട് നമ്മൾ ഇതേപോലെ ഒന്ന് ചുരുട്ടി കൊടുത്തിട്ട് നമുക്ക് എണ്ണയിലിട്ട് മൊരിച്ചെടുക്കാം. പെട്ടെന്ന് നമുക്കത് ചെയ്തെടുക്കാൻ പറ്റും. കാരണം ഒറ്റ ട്രിപ്പിന് തന്നെ നമുക്കൊരു 5-10 കൊഴുലപ്പം ഉണ്ടാക്കിയെടുക്കാം. ചട്ടി വലുതാണെങ്കിൽ, അല്ലെങ്കിൽ ചട്ടിയുടെ വലുപ്പത്തിൽ നമുക്ക് അത്രയും ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഞങ്ങൾക്ക് 10 ഒന്നും ഇപ്പം ഇടാൻ പറ്റില്ല, കാരണം ഉരുളിയത് ചെറുതാണ്. ഇതിലേക്കിട്ട് ശരിക്കും ഒന്ന് തിരിച്ചു മറിച്ചിട്ട് വേവിച്ചെടുക്കുക. ആദ്യം ഒരു മീഡിയം ഫ്ലെയിമിലിട്ടാൽ മതി. പിന്നെ അപ്പോൾ ഉള്ളുവശമൊക്കെ ശരിക്കും ഒന്ന് മൊരിഞ്ഞ് കിട്ടും. അതല്ലെങ്കിൽ ഇതിൽ നമ്മൾ തേങ്ങ അടിച്ച് മാവിൽ ചേർത്തേക്കണോണ്ട് പെട്ടെന്ന് ബ്രൗൺ ഷെയ്ഡായി വരും. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിലിട്ട് വേണം നമ്മൾ മൊരിച്ചെടുക്കാനായിട്ട്. അതല്ലെങ്കിൽ ഉൾവശം വേവാതെ വരും. അല്ലെങ്കിൽ വൈറ്റ് കളറായിട്ട് ഇപ്പോൾ നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന കൊഴുലപ്പം പോലെ വൈറ്റ് കളറായിട്ട് ഇരിക്കണമെങ്കിൽ തേങ്ങയൊന്നും ചേർക്കാതിരുന്നാൽ മാത്രമേ അങ്ങനെ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. തേങ്ങ ചേർത്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ലൈറ്റ് ബ്രൗൺ ആയിട്ട് വരും. പതുക്കെ ഒന്ന് തിരിച്ച് മറിച്ചിട്ട് നമുക്കത് മൊരിച്ചെടുക്കാം. നല്ല ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ മാർഗ്ഗം ഇത്. ഒരാൾ മാത്രമാണെങ്കിലും നമുക്ക് കൊഴുലപ്പം ഉണ്ടാക്കിയെടുക്കാം. ഇതെല്ലാം പാകമായിട്ടുണ്ട്. നമുക്കിത് കോരി മാറ്റാം. പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അത് നമ്മൾ ഈ ഉള്ളിയും തേങ്ങയൊക്കെ നന്നായി ചേർത്തത് കൊണ്ട് നല്ല ടേസ്റ്റുമാണ്. നല്ലതുപോലെ മൊരിഞ്ഞും വന്നിട്ടുണ്ട്. പൈപ്പയിൽ ചുറ്റണത് പ്രത്യേകിച്ചും ശ്രദ്ധിക്കണേ. 2 ലെയറായിട്ട് ചുറ്റിപ്പോവരുത്. മൊരിയാനൊക്കെ ഇതിൽ പാടായിരിക്കും. ആ ജോയിൻറ്റ് മാത്രമേ 2 ലെയർ വരാൻ. ഈ ജോയിൻറ്റ് നമ്മളിങ്ങനെ പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ ചിലപ്പോൾ വിടർന്ന് വരില്ല. എന്നാലും നമ്മളത് അങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ ഇത്തിരി നല്ലതായിരിക്കും. നമ്മൾ ഉണ്ടാക്കുമ്പോൾ ആദ്യമൊക്കെ നമുക്ക് പെർഫെക്റ്റായിട്ട് വരില്ല. കുറച്ചൊരു 5-10 ഉണ്ടാക്കി കഴിയുമ്പോൾ നമുക്കിത് സ്പീഡാവും, ശരിയാവുകയും ചെയ്യും. ഇതുപോലെ കവറടക്കം നമ്മൾ റോൾ ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നാലേ നമുക്ക് പെട്ടെന്ന് റോൾ ചെയ്യാൻ പറ്റുള്ളൂ. കൈ കൊണ്ടെടുത്ത് മറിച്ചൊക്കെ വരുമ്പോൾ മാവ് പൊട്ടിപ്പോരും. ഇങ്ങനെ മുറിച്ച് വയ്ക്കുമ്പോൾ അവിടെ വെച്ച് തനിയെ പെട്ടെന്ന് അങ്ങോട്ട് വന്നോളും. നമ്മൾ പൈപ്പയിൽ മാവ് ടൈറ്റാക്കി ചുറ്റരുത്. നമ്മൾ പൈപ്പ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞ്
മാവിലൊന്ന് പ്രസ് ചെയ്തിട്ട് പിന്നെ ലൂസാക്കി വേണം റോൾ ചെയ്യാനായിട്ട്. എന്നിട്ട് എടുക്കുക. അതല്ലെങ്കിൽ ഈ പൈപ്പേൽ ഒട്ടിപ്പിടിച്ച് പോകും. നമ്മൾ മാവ് കുഴയ്ക്കണ സമയത്ത് ഇത്തിരി ടൈറ്റാക്കി വേണിട്ട് കുഴയ്ക്കാനായിട്ട്. ഒത്തിരി ലൂസാക്കി കുഴച്ചാൽ നമുക്കിതുപോലെ ഈ റോൾ ചെയ്തെടുക്കാൻ പറ്റില്ല. ഇതും ഭാഗമായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് കോരിയെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ മാത്രമേ ഇട്ട് ഇത് മൊരിച്ചെടുക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ പെട്ടെന്ന് ബ്രൗണായി പോവുകയും ചെയ്യും, ഉള്ളിൽ വേവുകയില്ല. ഇതുപോലെ നമുക്ക് എല്ലാ കുഴലപ്പവും പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം. എല്ലാവർക്കും ഇത് ഉണ്ടാക്കുന്ന രീതി മനസ്സിലായി എന്ന് കരുതണം ഞാൻ. നല്ല ഭംഗിയായി വന്നിട്ടുണ്ട് നമ്മുടെ കുഴലപ്പം. വെള്ള കളറായിരിക്കുന്ന കുഴലപ്പത്തിൻ്റെകളൊക്കെ ഭംഗിയായി ലൈറ്റ് ബ്രൗൺ ആയിരിക്കണ ടേസ്റ്റുമാണ്. ആ തേങ്ങ ഇട്ട കാരണം നമുക്കിപ്പോൾ ഈ കളറ് കിട്ടണത്. മൊരിച്ചെടുക്കാൻ താമസം വന്നാലും മീഡിയം ഫ്ലെയിമിൽ തന്നെ വേണം കേട്ടോ. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. പ്രത്യേകിച്ചും കുഴലപ്പം ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണെന്ന് കരുതിയവർ ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ഇത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നാളെ രാവിലെ 8 മണിക്ക് മറ്റൊരു വിഭവവുമായി വരുന്നതുവരെ ബൈ.